ഇന്ന് എനിക്ക് 8ാം മാസത്തിലെ ചെക്കപ്പുള്ള ദിവസമാട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 മന്ത് ഫിനിഷ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോടാണ് കാണിക്കുന്നത്. രാവിലത്തെ 10 മണിക്കായിരുന്നു ടോക്കൺ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് നേരെ ഒരു 7:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനിത് അവിടെ റെഡി ആയിരിപ്പുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ കോഴിക്കോട് എത്തി. സരോവരത്തിൻ്റെ വ്യൂ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ അത്യാവശ്യം എല്ലാ സാധനവും കിട്ടും, ബ്രേക്ക്ഫാസ്റ്റും പിന്നെ സ്നാക്സ് ഐറ്റംസും ഒക്കെ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇഡ്ഡലി, നൂൽപുട്ട്, പത്തിരി ഒക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ ടോക്കൺ ഫസ്റ്റ് ടോക്കൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണിച്ചിട്ട് കഴിഞ്ഞിട്ടോ. പിന്നെ നമുക്കിത് കുറേ പരിപാടികളുണ്ടായിരുന്നു, കുറേ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കാണിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി 2 വീക്സ് കഴിഞ്ഞ് ചെന്നാൽ സ്കാനിങ് ഉണ്ട്. അപ്പോൾ അവരുടെ ഡേറ്റ് ഒക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫോക്കസ് മാളിൽ കയറി ബെഡ്ഷീറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോഴത്തേക്കും ഒരു കുറേ സാധനങ്ങൾ അതല്ലാണ്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു, ഇതിൽ കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു ഏകദേശം ഇറങ്ങുമ്പോൾ തന്നെ. കോഴിക്കോട് നിന്ന് നമ്മൾ കയറി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ബിരിയാണി കഴിച്ചു. എപ്പോൾ മീൽസിനോടാണ് താല്പര്യം, പക്ഷേ ഇപ്രാവശ്യം എന്താ അറിയില്ല ബിരിയാണിനോടായിരുന്നു താല്പര്യം. അങ്ങനെ അത് കഴിച്ചു. നമ്മൾ വാങ്ങിച്ച കൂട്ടത്തിലുള്ള ഫീഡും ഇല്ല കേട്ടോ, തലയിൽ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ബേബിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇവന് ഈ ഉറക്കം വീട് വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അവൻ പോകുന്ന വഴിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കളറിങ് ബുക്സും കളറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ അവൻ്റെ വൈകുന്നേരത്തെ ഒരു മെയിൻ പരിപാടിയാണ് സ്കേറ്റിങ്. അങ്ങനെ അവൻ കുറച്ച് സ്കേറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഒരു ഡേ വ്ളോഗ്.